ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞതോടുകൂടി നമ്മളെ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ടല്ലോ. നമുക്കറിയാം എംസാൻഡിൻ്റെയും അവർ ഇൻ്റർലോക്ക് ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ പൊടി പടലങ്ങൾ ആകെ ഓപ്പൺ സ്പേസായ വർക്ക് ഏരിയയിലും സിറ്റ് ഔട്ടിലും ഒന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ. ആകെ പൊടിയായിരുന്നു. വർക്ക് ഏരിയൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചെറിയൊരു കേട്ടനൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കൊരു കാര്യം ഉണ്ടായില്ല. കാരണം ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ വാരി വലിച്ചിട്ട് ആദ്യം തൊട്ട് രണ്ടാമത് നമ്മൾ വീട് കൂടിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലെ അതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് ആദ്യം എല്ലാം ഒന്ന് വാരി വലിച്ചിട്ടു. പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അടുക്കളയിൽ വെച്ചു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചാലും അതും ശരിയാവില്ല. അപ്പോൾ എല്ലാം മാറ്റി മരിച്ചിട്ടിട്ട് മൊത്തത്തിൽ അടിച്ച് തുടച്ച് കഴുകി എടുത്തിട്ടുണ്ട്. കാരണം അടുപ്പിൽ നമ്മൾ തലേ ദിവസം ബിരിയാണിയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ചെറുതായിട്ട് പൊടിയും പിന്നെ കരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചിട്ടു. പിന്നെ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡില്ലേ, അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ അഴിയുമ്പോൾ കൂടെ ഒക്കെ പൊടിയാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകിയിട്ട് വീണ്ടും അത് തന്നെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാൻഡും കൂടെ ഒന്ന് കഴുകി സെറ്റാക്കി ഒക്കെ റെഡിയാക്കി കേട്ടോ. വർക്ക് ഏരിയ ഒക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത് പാത്രങ്ങളൊക്കെ കൊടുന്ന് അടുക്കി ഒതുക്കി വെച്ചട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കൊരു സമാധാനമുള്ളൂ. കാരണം നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തെടുക്കേണ്ടല്ലേ. കാരണം ആ പൊടിയിൽ പിന്നെ നമ്മൾ അറിയാതെ ചിലപ്പോൾ അതെടുത്തിട്ട് വീണ്ടും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ പൊടി വരാതിരിക്കാനാണ് മാക്സിമം നമ്മൾ നോക്കുന്നത്. കാരണം എനിക്കും അമലുവിനൊക്കെ അലർജിക്കാണ് കേട്ടോ. അപ്പോൾ പൊടി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. പിന്നെ അടുക്കളയിലെ സാധനങ്ങളാണ് കേട്ടോ ഒക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ പാറക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഈ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുമ്പോഴേ അവൾ അതൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന എൻ്റെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് എൻ്റെ പാറക്കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ഒരു ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ആരും കാര്യമാക്കരുത് കേട്ടോ. അവിടെ കുഞ്ഞു പാവല്ലേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതാ ഒക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക്. ഈ പോട്ട് വെറുതെ ഒന്ന് മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ തോന്നി എന്നാൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇതവിടെ ഇരിക്കട്ടെ എന്ന് കേട്ടോ. മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ പകരമായിട്ട് ഞാൻ സിറ്റ് ഔട്ടിലിരുന്ന ഒരു ചെടി എടുത്തിട്ട് കിച്ചണിലേക്ക് കൊണ്ടു വെച്ചു കേട്ടോ. പിന്നെ കിച്ചണൊക്കെ സെറ്റ് ചെയ്തൊക്കെ വൃത്തിയാക്കി. അങ്ങനെ ആ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടോ. കാരണം കിച്ചണാണല്ലോ നമ്മളെ മെയിൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആ വിളക്ക് വെക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയായിരുന്നു കേട്ടോ. ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ കൂടെ ഏത് കൂടെയൊക്കെ ആ പൊടി അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. മുകളിലൊക്കെ കുറച്ച് പിന്നെ നമ്മൾ നവമിക്കൊക്കെ കുറച്ച് കർപ്പൂരൊക്കെ അധികം കത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൊടിയും കരിയും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരിയൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞ് വീണ്ടും ഫോട്ടോസൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ അതാത് സ്ഥാനത്ത് തന്നെ വെച്ചു കൊടുത്തു കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴേ നമുക്ക് ആ വീട്ടിലിരിക്കുമ്പോഴൊരു സമാധാനം ഉള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.